ഹായ് ഹലോ, ഇത് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ മാറി വന്ന പുതിയ ബയോളജി ടെക്സ്റ്റാണ്. 3 ചാപ്റ്ററുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ലൈഫ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ചാപ്റ്റർ ഒന്ന് നോക്കിയാലോ. തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദ നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഫോർ ഡെവലപ്പിംഗ് മെത്തഡോളജി ഓഫ് ജീൻ എഡിറ്റിംഗ്. ജെന്നിഫർ എ ഡൗട്ട്ന, ഇമ്മാനുവൽ ഷാർപ്പൻ്റെ 2 വ്യക്തികളുടെ പേരും അവരുടെ ഫോട്ടോസും അവിടെ കൊടുത്തിട്ടുണ്ട്. ദ നോബൽ പ്രൈസ് ഓഫ് 2020 ഇൻ കെമിസ്ട്രി വാസ് ഷെയർഡ് ബൈ ഇമ്മാനുവൽ ഷാർപ്പൻഡെയർ ആൻഡ് ജെന്നിഫർ എ ഡൗട്ട്ന ഫോർ ദിയർ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ജീൻ എഡിറ്റിംഗ്. അപ്പോൾ ബയോളജിയുടെ തുടക്കത്തിലെ കെമിസ്ട്രിയാണ് കൂട്ടുകാരൻ അല്ലേ. അപ്പോൾ 2020 ജെന്നിഫർ എ ഡൗട്ട്ന, ഇമ്മാനുവൽ ഷാർപ്പൻഡെയർ തുടങ്ങിയവർക്ക് ജീൻ എഡിറ്റിങ്ങിൽ നോബൽ സമ്മാനം ലഭിച്ചു. The award is for the discovery of technology called CRISPR-Cas9, a gene editing process which can bring desirable changes in the genes in DNA. DNAയിലുള്ള ജീനുകൾക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന CRISPR-Cas9 എന്ന് പറയുന്ന ജീൻ എഡിറ്റിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിനാണ് ഇരുവർക്കും നോബൽ സമ്മാനം ലഭിച്ചത്. This discovery is expected to make revolutionary advances in genetic disease therapy and treatment of cancer. അപ്പം ജെനറ്റിക് ഡിസീസ്, അതായത് പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനും അതുപോലെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുമൊക്കെ വിപ്ലവകരമായ മുന്നേറ്റം ഈ ടെക്നോളജിയിലൂടെ സാധിക്കുമെന്ന് കരുതപ്പെടുന്നു. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ആൾസോ ബി യൂസ്ഡ് ടു ഡെവലപ്പ് ക്രോപ്സ് ദാറ്റ് ആർ റെസിസ്റ്റൻറ്റ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസ്. കീടങ്ങളോടും രോഗങ്ങളോടുമൊക്കെ പ്രതിരോധശേഷിയുള്ള ക്രോപ്സ്, വിളകൾ ഡെവലപ്പ് ചെയ്തെടുക്കാനുമൊക്കെ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തു തന്നെയായാലും ജെന്നിഫർ എ ഡൗട്ട്ന, ഇമ്മാനുവൽ ഷാർപ്പൻഡെയർ, അപ്പോൾ ഈ സയൻറ്റിസ്റ്റുകളുടെ പേര് അതുപോലെ തന്നെ അവർ ഡെവലപ്പ് ചെയ്തെടുത്ത CRISPR-Cas9 എന്ന് പറയുന്ന ടെക്നോളജിയുടെ പേര്, ഇത് രണ്ടും മറക്കാതെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ സയൻറ്റിസ്റ്റുകളുടെ പേരൊക്കെ ആദ്യം നമ്മുടെ നാവിൽ വഴങ്ങാൻ ചിലപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. ആരും പേടിക്കേണ്ട. ബയോളജിക്കൽ ടേംസിനോടുള്ള പേടിയാണ് എല്ലാവർക്കും. അപ്പം നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ പുതുതായിട്ടൊരു ക്ലാസ്സിൽ നമ്മൾ ചെല്ലുമ്പോൾ എല്ലാ സുഹൃത്തുക്കളുടെയും ഒന്നും പേരുകൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മളത് പലതവണ യൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ബൈഹാർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ടെക്സ്റ്റ് പലതവണ വായിച്ചെടുക്കുക. ഈ നമുക്ക് ബുദ്ധിമുട്ടുള്ള ടേമുകളൊക്കെ നമ്മുടെ കൂടെ പോരും. അപ്പോൾ അതുകൊണ്ട് ടേമുകൾ പേടിയാവുന്നു അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്ന് ആരും വിചാരിക്കേണ്ട. നമ്മൾ എത്ര തവണ കൂടുതൽ പറയുന്നു നമുക്ക് അത്രയും ആ വാക്കുകൾ പരിചിതമാവും. അപ്പോൾ അങ്ങനെ അവർ CRISPR-Cas9 എന്ന് പറയുന്ന ടെക്നോളജിയൊക്കെ കൊണ്ടുവന്നു. അവർക്ക് അർഹിച്ച അംഗീകാരവും കിട്ടി. പക്ഷേ അതിന് തൊട്ട് താഴെ കണ്ടോ, സാധാരണക്കാരായ എല്ലാ മനുഷ്യർക്കും തോന്നുന്ന ഒരു ജെനുവിനായുള്ള ഒരു ചോദ്യം, ക്യാൻ ഈവൻ സീ ദ ജീൻസ്, ദെൻ ഹൗ ക്യാൻ ഇറ്റ് ബി എഡിറ്റഡ്? കാണാൻ സാധിക്കുന്നില്ലെങ്കിലും എങ്ങനെയാണ് ഈ ജീനുകളെ എഡിറ്റ് ചെയ്യുക? ന്യായമായൊരു ചോദ്യമല്ലേ. A deeper understanding of DNA, deoxyribonucleic acid and genes paved the way for gene editing. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു കാര്യത്തെ നമ്മൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന സാധനം, എന്താണ് അതിൻ്റെ സ്ട്രക്ചർ, എന്താണ് എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ DNA-യും ജീനിനെയും കുറിച്ചുള്ള വിവരങ്ങൾ തീർച്ചയായും ഇവർ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ DNA-യുടെ ലൊക്കേഷൻ ഇവിടെയാണ്. നമ്മുടെ ടെക്സ്റ്റിലൊരു ചാർട്ട് പോലെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. സെല്ലിനകത്ത് കൺട്രോളിംഗ് സെൻ്ററായ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിനകത്ത് ക്രോമസോമിനുള്ളിൽ DNA. അപ്പോൾ DNA-യുടെ ലൊക്കേഷൻ കണ്ടല്ലോ. സെല്ലിനുള്ളിൽ ന്യൂക്ലിയസിനകത്ത് ക്രോമസോമിനകത്ത് DNA. നമ്മൾ 8ാം ക്ലാസ്സിൽ സെല്ലിൻ്റെ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്, ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറും പഠിക്കുന്നുണ്ട്. ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ അവിടെ എവിടെയും ക്രോമസോം എന്ന വാക്ക് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല. പകരം ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന ഒരു വേർഡാണ് നമ്മളവിടെ കണ്ടിട്ടുള്ളത്. എന്താണ് ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം? നിങ്ങൾ 8ാം ക്ലാസ്സിലെ ആ ഒരു ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ, ആ പടവും ഓർത്ത് നോക്കുകയെ. ന്യൂക്ലിയസിനകത്ത് നൂല് പോലെ കുരുങ്ങിക്കിടക്കുന്ന ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ നിങ്ങൾ ഓർത്തെടുക്കുന്നുണ്ടോ? അതായത് നമ്മളൊരു വലിയ കഷ്ണം നൂല് നമ്മൾ കുരുക്കിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലത്തെ ഒരു സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം സെൽ ഡിവിഷൻ ടൈമിൽ, അതായത് കോശ വിഭജന സമയത്ത് കണ്ടൻസ് ചെയ്ത് ക്രോമസോം എന്ന സ്ട്രക്ചറായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ സെല്ല് ഡിവൈഡ് ചെയ്തേ മതിയാവും
അല്ലേ? വളർച്ച നടക്കണമെങ്കിൽ സെൽ ഡിവിഷൻ നടക്കണം, കോശവിഭജനം നടക്കണം. അപ്പോൾ ആ സെൽ ഡിവിഷൻ ടൈമിൽ ക്രോമാറ്റിൻ റെറ്റിക്കുലം കണ്ടൻസ് ചെയ്തിട്ടാണ് ക്രോമസോം എന്ന് പറയുന്ന സ്ട്രക്ചർ ആകുന്നത്. ക്രോമസോമിനുള്ളിലാണ് DNA കാണപ്പെടുന്നത്.